നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു സൈക്കിൾ റൈഡിന് വന്നു. അപ്പോൾ അതിന് എനിക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്തു തന്ന ആളുകൾ, എന്നെ ആ സൈക്കിൾ ക്ലബിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ, പത്തിരിപ്പാല, പറളി, കോങ്ങാടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ പാലക്കാട് വരുമ്പോൾ കോട്ടയിലായാലും മലമ്പുഴ വന്നാലും കാണുന്ന ആളുകളോട് ഒരു കൃഷി ചോദ്യം ചോദിക്കും. അതിന്റെ ഉത്തരം പറയുന്ന ആൾക്ക് ചെടിയോ വിത്തോ സമ്മാനം കൊടുക്കും. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ അത് രാധാകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കൃഷി താല്പര്യമുള്ള ആളാണ്, അതെ, നോക്കാം നമുക്ക്. പാലക്കാട്ടിന്റെ ഒരു ചോദ്യം, രണ്ട് ചോദ്യമാണുള്ളത്. ഒന്ന്, പാലക്കാടിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മാവിൻ തോട്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാവ് കൃഷി ചെയ്യുന്ന, മാങ്ങ കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഉള്ളത്, മാമ്പഴങ്ങളുടെ റാണി എന്ന് പറയുന്ന മാങ്ങ ഏതാണെന്നാണ്. ഈ രണ്ട് ചോദ്യത്തിൽ ഏത് ഉത്തരം പറഞ്ഞാലും നമ്മൾ ഈ സമ്മാനം തരും. ഇത് അടീനിയാണ് കേട്ടോ, നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന അടീനിയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മാവിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? പാലക്കാട്ടിലെ ഒന്നുള്ളത് ഏകദേശം എനിക്ക് അറിയപ്പെടുന്നത് മറ്റേ നെന്മാറയാണ്. പേര് കറക്റ്റ് അറിയത്തില്ല. സ്ഥലത്തിന്റെ പേര് ഏകദേശം നെന്മാറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. എന്നാലും നമുക്ക് ഉത്തരത്തിലെ കൊല്ലങ്കോട് ഏരിയ, മുതലമട. അപ്പൊ നെന്മാറയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് അറിയില്ല എന്നുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അതൊരു പ്രശ്നമല്ല. എന്നാലും നമുക്ക് ആ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, മാമ്പഴങ്ങളുടെ റാണി എന്ന് പറയുന്ന ചെന്തൂരമാങ്ങയാണ്. അല്ല, അപ്പൊ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോഴേ ഒരാളുടെ കഴിവ് പരിശോധിക്കുക അല്ലെങ്കിൽ അറിവ് പരിശോധിക്കില്ല കേട്ടോ. നമുക്കൊരു അറിവ് പകർന്നു നൽകുക എന്നുള്ളതാണ്. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുള്ള കാര്യമില്ല. മാമ്പഴങ്ങളുടെ റാണി എന്ന് പറഞ്ഞാൽ കുറേ തമിഴ് സിനിമയിലും കുറേ മലയാള സിനിമയിലും അതിന്റെ പേരിൽ പാട്ടുണ്ട്. ആ മാങ്ങയുടെ പേര് വെച്ചിട്ട് പാട്ടുണ്ട്. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു തരാണ്. മൽഗോവ മലയാളത്തിലൊക്കെ കുറെ പാട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ കൃഷി ചോദ്യത്തിൽ പങ്കെടുത്ത ജസ്റ്റ് ബൈ സൈക്കിളിലെ രാധാകൃഷ്ണൻ ചേട്ടന് ഒരു അടീനിയൻ സമ്മാനം നൽകുകയാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ഈ ഇപ്പൊ രണ്ട് ചോദ്യം ചോദിച്ചു, രണ്ട് വീട്ടിലുള്ള ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു പോയിട്ട്. അപ്പൊ അവർക്ക് ഈ അറിവ് അവിടുന്ന് കിട്ടും. ഓക്കെ.